കാണിക്കണത് ഞാൻ കൊറേ പ്രാവശ്യം എടുത്തായിരുന്നു. കടിച്ചു പീക്ക് പാർക്കിലെ ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. നല്ല അടിപൊളി കുറെ പട്ടിക്കുട്ടികളുണ്ട്. ഇതിന്റെ നടുക്കിരിക്കാം നമുക്ക്. വാ എടാ വാടാ. ഇതില് സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. 100 രൂപയാണ് ചാർജ് വരുന്നത്. ഇവന്മാരുടെ കൂടെ നമുക്കൊന്ന് മേയാം. ഇതൊന്നും അല്ല, കുറെ ഉണ്ട്. ഇതായിപ്പോ എല്ലാം കൂടി വരും കേട്ടോ. അത്തയിപ്പോ എല്ലാത്തിനും വിളിച്ചോണ്ട് വരും. ഹായ്. അതെ വന്നുണ്ട്. വാ 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 വാ. വാടാ വാടാ വാടാ. നേരത്തെ കയറുവോ? നേരത്തോട്ട് കയറുവോ? ഫുഡ് കൊടുക്കാം. എന്റെ മേ ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. പീക്ക് പാർക്കിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കുറെ പെട്ടിക്കെട്ടുകളുടെ കൂടെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. പേരെന്താ ഇതിന്റെയൊക്കെ? ഇതെന്താ ഒരു ചോട്ടപ്പപ്പി ഉണ്ടായിരുന്നല്ലോ. എടാ വാടാ. താഴെട്ട് കൊടുത്താ മതിയോ? ഫുഡ് വന്നിട്ടുണ്ട്. അവര് ഓരോന്ന് കൊടുക്കാൻ കൂടെ എല്ലാം കൂടി എടുത്തോണ്ട് പോണേണ്. അയ്യോ അയ്യോ നക്കിക്ക തുടച്ച് എല്ലാം തീർന്നു. ചോട്ട ഡോഗ് എവിടെ? ഷർട്ട് ഷർട്ട് കളിച്ചിട്ട് പോയി. എന്താണത്? പുറകിന്നൊക്കെ അടിച്ചിട്ടുണ്ടോ പോണേ? കാറ്റും കൊണ്ട് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഹലോ, ഉറങ്ങിപ്പോയോ കുഞ്ഞി? ഉറങ്ങിപ്പോയോടാ? ഫുഡിന്നാ ഉറങ്ങണേന്ന് കേട്ടാ. ഇവരുടെ കിടപ്പ് നോക്കി രണ്ടുപേരുടെ. ഞാനിവിടെ വന്ന് ഇരുന്നപ്പോഴത്തേക്കും അവരും വന്ന് കിടന്നു. ഓ കാല കയറിയിരുന്നപ്പ കാല കയറിയിരുന്നാ. കുറെ പേര് കളിയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് അവര് നല്ല റെസ്റ്റിംഗ് ആണ്. കുറെ പേര് ഉറങ്ങാൻ കിടന്ന്. അതെന്താണാ കാണിക്കണത്? 3 പേരും കൂടി നല്ല യുദ്ധമാണ്. നോക്കിയേ, നല്ല കൂടെ നോക്കിയേ. പോപ്കോൺ, നിപ്പോൺ, ഗാല, നിയോ, ബ്രൗണീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രൗണി നല്ല രസമുണ്ട്. അവനെ എടുത്തപ്പോഴത്തേക്ക് അവന് ഇരുന്ന് തന്നു. മാഗി. ആ കുഞ്ഞിന്റെ ചോട്ടയുടെ എന്താ? എലിയൻ. 16 ഡോഗ്സ് ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത്. വിഞ്ചർ. ഹലോ, ഇവിടെ വാടാ. ഇവർക്ക് അടിക്കലെന്ന് തോന്നണല്ലേ? ഇവർ രണ്ടുപേരും കൂടെ കടി പിടിക്കണം. അത് ഉടുപ്പ് എനിക്ക് ഇക്കളെടുക്കൊണ്ട് ഇവര് പുറകെ വന്നിരുന്നല്ലോ മാത്തിക്കൊണ്ടിരിക്കണേ. മടിയിലിരുന്നോ? പക്ഷെ വൃത്തികേട് കാണിക്കരുത്. ഇയാള് ചെറുതാണെങ്കിലും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പ്രശ്നക്കാരനാണ്. എല്ലാരുടെ എടുക്കണ്ട. അവനെടുത്തപ്പോഴത്തേക്കും ചവിടുണ്ടാ. ബാബാ ബാ. ഫൈറ്റിംഗ്. ഓ കടിക്കണ സ്റ്റാഫ് ഉണ്ട് ഇവിടെ. 20 സ്റ്റാഫ് ഉണ്ട്. ടൈം എത്രയാ? അങ്ങനെയാ 5 o'clock. 6:15. സാലറി ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ? സാലറി ഫസ്റ്റ് 6 വാങ്ങിയിരുന്നു. ഇപ്പൊ 8,000 രൂപ. മാരീഡ് ആണോ? കല്യാണം? ഇരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. ഓടി വന്നു. കണ്ടോ? ഇത് അവർക്ക് പുറത്ത് ഓടി കളിക്കാനുള്ള സ്ഥലമാണ്. അപ്പിടാനും മുള്ളാനൊക്കെ ഉള്ള ശിശുവക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ എന്നെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങോട്ട് പോന്നു. എന്തേ കാണിക്കണ ഇയാള്?
കടിക്കണം കടിക്കണം എന്തിനാടാ നീ? ഇതെന്താണ്? കിറ്റ്കാറ്റാ? കോപ്പർ കോപ്പർ. ഇതിന്റെ ഒരു കോപ്പർ കടിക്കണ. അടിക്കണ്ട. വാ കടിച്ചു കടിച്ചു. ഇത് കടിക്കാൻ തുടങ്ങിയിട്ട് രണ്ടുപേരും കൂടി എന്തായി കാണിക്കണത്? ഉടുപ്പ് കടിച്ചു കടിച്ച് ഷർട്ടിന്റെ പുറകുണ്ടോ? അവർക്ക് കടിക്കാൻ സുഖമാണ്. ഇങ്ങനെ പുറകെ തൊങ്ങല പോലെയുള്ള കാരണം കടിച്ചെടുത്തെന്ന് തോന്നുന്നു. ദൈവമേ. അപ്പൊ ഇന്നത്തെ അടിപൊളി സൂപ്പറാണ് കേട്ടോ. പീക്കു പാർക്കിൽ നിങ്ങൾ ഒരു ദിവസം വരണം പിള്ളേരായിട്ട്. ഇവിടെ കിടന്ന് മേയാം. നല്ല അടിപൊളിയാണ്. അടിപൊളി പാർക്ക്. വെറൈറ്റി ആയിട്ടുള്ള കുറെ. സാധാരണ നമ്മൾ പാർക്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കുറെ ഫ്ലവർ കാണാം, അല്ലെങ്കിൽ കുറെ മൃഗങ്ങളൊക്കെ കണ്ടിട്ട് പോരാനേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വന്നിട്ട് നമുക്ക് നല്ലപോലെ മേയാം. ഈ പട്ടിക്കുട്ടികളുടെ കൂടെയൊക്കെ കിടന്ന് നല്ല മേയാനൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് എൻജോയ് ചെയ്ത് കേട്ടോ. നല്ല അടിപൊളി പാർക്ക് മോഡലിലൊരു സംഭവം ഉണ്ടാക്കി ഇട്ടേക്കണേ. ഇവർക്ക് ഇവിടെ ഓടിതണിന്ന് കളിക്കാൻ പറ്റിയുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഇനി അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമുക്കിപ്പോൾ കുട്ടികളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ സമയമൊന്നും ഇല്ലല്ലാത്ത, അതായത് എത്ര സമയം ചെലവഴിക്കാൻ പാടുള്ളന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. എത്ര സമയം വേണമെങ്കിലും. എത്ര മണി? 10 നിമിഷം ടൈം. ഓഹോ. സാറ്റർഡേ സൺഡേ ഒഴിച്ച് ബാക്കി ഏത് ദിവസം വന്നാലും നമുക്ക് കുറെ നേരം ഇവിടെ എൻജോയ് ചെയ്യാം. സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഒരാൾ കിടക്കണം, എനിക്ക് വഴക്കിട്ട് കിടക്കണ പോലെ. ഹലോ ഹലോ, തനെന്ത് പറ്റിയടോ? ഉറക്കം വേണം, ഉറക്കം വേണം. എന്ത് പറ്റി? വഴക്കിട്ട് കിടക്കണോ? ഉറക്കം വേണം കേട്ടോ. ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും വെക്കേഷൻ ടൈമിൽ ഏർകാടിൽ ഈ പീക്കു പാർക്കിൽ വരണം. ഏർകാട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പീക്കു പാർക്കിൽ വരണം. ഇതുപോലെ ഇവന്മാരുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചുമയായിട്ട് വോയിസ് ടെസ്റ്റ് പറഞ്ഞിരിക്കണം. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞ് ഇവരെ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനെ ഇതുപോലെ പട്ടിക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ കയറുന്നത്. ഇതുവരെയായിട്ട് ഞാനിങ്ങനെ പട്ടികളെ തൊടുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. പേടിയാണ് ശരിക്കും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. എന്തായാലും വെക്കേഷൻ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ വരിക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കാം. ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അത്തമാരി നല്ല സപ്പോർട്ടാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ് കാണിച്ചു തരും. അപ്പം കാണാൻ ഇനി ഞങ്ങൾ വരാം. എൻ്റെ പേര് ചിന്നു, സുനിതയെന്ന് വിളിക്കും. പേരെന്താ പറഞ്ഞത്? രേവതി. ഈ അത്തയാണ് നമുക്ക് എല്ലാം കാണിച്ചു തന്നു കേട്ടോ. പട്ടിക്കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും പേരെല്ലാം പറഞ്ഞു തന്നു. അതുപോലെ കുറെ അത്തമാരുണ്ട്. 23 പേരുണ്ട് ഇവിടെ സ്റ്റാഫ്. 20 സ്റ്റാഫ് ഉണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്, നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.